പ്രാദേശിക സമയം രാവിലെ 6:30. ലോകമുറ്റുനോക്കുന്ന ഇസ്രായേലിന്റെ ആകാശാക്രമണ പ്രതിരോധ സംവിധാനം തകർന്നു തുടങ്ങുന്നു. തികച്ചും അപ്രതീക്ഷിതമായ ആക്രമണം. ഈ ആക്രമണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും വലിയ ഡെത്ത് ടോൾ ഇസ്രായേലിനുണ്ടായത് ഇത്തവണയാണ്. മറ്റൊന്ന്, 1 മണിക്കൂർ നേരത്തേക്ക് ഇസ്രായേലിന് ഈ ആക്രമണം തിരിച്ചറിയാനോ പ്രതിരോധിക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന്. 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴും ഈ നില അവരുമായിട്ടുള്ള ഒരു പോരാട്ടം, അവർക്ക് ആവശ്യമായ സഹായം കൊടുക്കാനും ഇറാൻ പോലെയുള്ള രാജ്യങ്ങളുണ്ട് തന്നെ. ആദ്യം എന്താണ് തോന്നുന്നത്, ഹിസ്ബുള്ള അപ്പുറത്ത് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു ഇതിനെ. ഹമാസ് മേധാവി യഹ്യാ സിൻവാർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. എന്തൊക്കെ ബഹളമായിരുന്നു. അദ്ദേഹം റഫായിലെ ഒരു വീട്ടിൽ അദ്ദേഹം 2 സഹപ്രവർത്തകരോടൊപ്പം നിൽക്കുകയാണ്. ഇസ്രായേലി സൈനികർക്ക് അറിയില്ല ഇത് യഹ്യാ സിൻവാറാണ് അവിടെ ഉള്ളത്. 3 ഹമാസുകാർ അവിടെ ഉണ്ടെന്ന് മനസ്സിലാകുന്നു. അവരങ്ങോട്ട് ആക്രമിക്കുന്നു. യഹ്യാ സിൻവാറിന്റെ ഒരു കൈ നഷ്ടപ്പെടുന്നു.